നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് വി രാജേഷിന്റെ ജനസൗഹൃദ ഇടപെടലിനെ പ്രശംസിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് നേതാവ് എച്ച് ഹഫീസ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമാക്കുന്നത്. അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ട് പല എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം, പക്ഷേ താൻ മേയറുടെ എതിർചേരിയിലാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഒരു സാധാരണക്കാരന്റെ പ്രശ്നം പരിഹരിക്കാൻ മേയർ സ്വീകരിച്ച ഇടപെടൽ മാതൃകാപരമാണെന്നാണ് കുറിപ്പിൽ പറയുന്നത്. രോഗിയായ സുഹൃത്തിനെ ആവശ്യമായ ഒരു ഫയൽ 1 വർഷത്തിലേറെയായി തിരുവനന്തപുരം നഗരസഭയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്നും ഹഫീസ് പറയുന്നു. യാദൃശ്ചികമായി ഈ വിഷയം മേയർ വി രാജേഷിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ഉടൻ തന്നെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ഫയൽ നടപടികൾ അതിവേഗം പൂർത്തിയാക്കുകയും ചെയ്തു. മുമ്പ് ഇതേ ആവശ്യത്തിനായി നഗരസഭയിൽ എത്തിയപ്പോൾ അനുഭവം വ്യത്യസ്തമായിരുന്നുവെന്നും എന്നാൽ നിലവിൽ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന സമീപനമാണ് നഗരസഭയിൽ കാണുന്നതെന്നും അദ്ദേഹം പറയുന്നു. ജനപ്രതിനിധികളുടെ പെരുമാറ്റവും ജനങ്ങളോടുള്ള സമീപനവും ഭരണ നേട്ടങ്ങൾക്ക് തുല്യമായി പ്രധാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്നും തെരഞ്ഞെടുപ്പ് വന്നാൽ വി രാജേഷിന് വോട്ട് ചെയ്യില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങളോട് മാന്യമായും സൗഹൃദപരമായും ഇടപെടുന്ന നേതാക്കളെയാണ് സാധാരണക്കാർ കൂടുതൽ അംഗീകരിക്കുന്നതെന്നും അദ്ദേഹം കുറിച്ചു. നഗരസഭാ സെക്രട്ടറിയുടെയും ഉദ്യോഗസ്ഥരുടെയും സംയോജിതമായ ഇടപെടലും അദ്ദേഹം പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു പുഞ്ചിരിയും മാന്യമായ പെരുമാറ്റവും പലപ്പോഴും വലിയ പദ്ധതികളെക്കാൾ മനുഷ്യരുടെ മനസ്സിൽ ഇടം നേടും. നമ്മൾ ആരും ചക്രവർത്തിമാരല്ല. ജനങ്ങളെ കണ്ടാൽ ഒന്ന് ചിരിക്കാനും കൈകൊടുക്കാനും കഴിയണം. അതാണ് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന സന്ദേശത്തോടെയാണ് ഹഫീസിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. കുറിപ്പിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ വായിക്കാം. എനിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായേക്കാം, അത് പരിധിയും വിട്ടേക്കാം. എങ്കിലും പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് പോകാനുള്ളതാണല്ലോ അതിൻ്റെ ശരി. തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് എനിക്ക് സുഹൃത്താണ് വ്യക്തിപരമായി. അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്താണ് രാഷ്ട്രീയപരമായി. അതുകൊണ്ട് തന്നെ ചാനൽ മുറികളിലും പൊതു ഇടങ്ങളിലും ഞങ്ങൾ പരസ്പരം പോരടിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ ബസ്സുകൾ സംബന്ധിച്ച വിഷയത്തിൽ ഞാൻ രാജേഷിനോട് എതിരഭിപ്രായത്തിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തുടർച്ചയായി തിരുവനന്തപുരം നഗരസഭയിൽ കയറേണ്ടി വന്നു. രോഗിയായ സുഹൃത്തിന്റെ സുഹൃത്ത് ആവശ്യപ്പെടുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു. ആ ഫയൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എത്തിയപ്പോൾ സംസ്ഥാനത്തും തിരുവനന്തപുരം നഗരസഭയിലും ഇടതുപക്ഷത്തിന്റെ ഭരണമായിരുന്നു. ഞങ്ങൾക്ക് കൗൺസിലർമാർ ഇല്ലാത്തതുകൊണ്ട് പാർട്ടിക്കാരായ സുഹൃത്തിന് വേണ്ടി പ്രത്യേകം പറയാൻ ആരുമില്ലായിരുന്നു. ഇന്ന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിൽ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് വീണ്ടും വി രാജേഷ് എന്നെ കാണുന്നത്. കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഫയലിൻ്റെ കാര്യം പറഞ്ഞു. മുമ്പൊരിക്കൽ എടുത്ത അതേ നിലപാട് അദ്ദേഹം വീണ്ടും എടുത്തു. ഇതൊരു വർഷത്തോളം പഴക്കമുള്ള ഫയലാണ്. അദ്ദേഹം ഇനി ഒരു കാര്യത്തിന് വേണ്ടി ഓഫീസിൽ കയറി വരാൻ ഇടയാക്കാതെ പരിഹരിക്കണം. നിർദ്ദേശം നൽകിയത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കൗടിയാർ വാർഡിൽ നമ്മളൊക്കെ ചേർന്ന് തോൽപ്പിച്ച മധുസൂദനൻ നായർ എന്ന വ്യക്തിയോടാണ് മേയർ നിർദ്ദേശം നൽകിയത്. എന്നേക്കാൾ വയസ്സ് കൂടുതൽ വരും മധുചേട്ടനെ. അദ്ദേഹം പക്ഷെ എന്നെ വിളിക്കുന്നത് ഹഫീസിക്ക എന്ന് തന്നെയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹം ബന്ധപ്പെടുക, ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. മേയറുടെ ഔദ്യോഗിക പേഴ്സണൽ അസിസ്റ്റന്റ് പുറത്തു വന്നു. ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടന്ന ഫയൽ മിനിറ്റ് കൊണ്ട് ഉത്തരവായി. തിരുവനന്തപുരം നഗരസഭയുടെ സെക്രട്ടറി എടുത്ത നിർണായകമായ നിലപാടുകൾ അതിന് സഹായകരമായി. ആർജവമുള്ള നിലപാടായിരുന്നു സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. പറയാതിരിക്കാനാവില്ല. ഫയൽ തന്റെ മുന്നിൽ എത്തിയെന്നറിഞ്ഞപ്പോൾ തന്നെ ഉത്തരവ് നൽകിയ സെക്രട്ടറി ഉത്തരവിന്റെ പ്രൊസീഡിംഗ്സ് ആരംഭിച്ചു. എങ്ങനെ ഈ ഫയൽ ചുവപ്പ് നാടയിൽ കുടുങ്ങിയെന്ന് അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാരും രംഗത്ത് വന്നു. എൻ്റെ സുഹൃത്തിന്റെ ഫയലാണ്. സുഹൃത്ത് പറഞ്ഞു മാത്രമാണ് കാര്യങ്ങൾ അറിയാവുന്നത്. എങ്കിലും മുമ്പ് ഞാൻ ഈ കാര്യത്തിന് വേണ്ടി വരുമ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഭരണ സംവിധാനവും ഉണ്ടായിരുന്നു. സൗജന്യമായ ഒരു ചിരി തന്നിട്ടുണ്ട്. ഔദാര്യമായി കിട്ടിയ ചിരി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ നഗരസഭയിൽ വരുന്നവരെ ചേർത്ത് നിർത്തുന്നത് കാണുമ്പോൾ അതിന് പിന്നിൽ എന്താണെങ്കിലും വരുന്നവർക്കൊരു സുഖമുണ്ട്. എല്ലാം ചെയ്തു കൊടുത്തിട്ടും ചിരിച്ചു കാണിച്ചില്ല എന്ന് പറഞ്ഞ ഒരു സർക്കാരിനെ താഴെ കളഞ്ഞ സംസ്ഥാനമാണ് നമ്മുടേത്. അതിനെ സാധാരണക്കാർ വിളിക്കുന്നത് ധാർഷ്ട്യം എന്ന് തന്നെയാണ്. ഇനിയെങ്കിലും ശേഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ധാർഷ്ട്യം ഉപേക്ഷിക്കണം. ചിരിക്കേണ്ടിടത്ത് നമ്മൾ അത് ആത്മാർത്ഥമായി നൽകണം. ആ ചിരി ഔദാര്യമാണെന്ന് കൊടുക്കുന്നവർക്കും തോന്നരുത്, കിട്ടുന്നവർക്ക് തോന്നരുത്. അപേക്ഷയാണ്. രാജേഷിന് നന്മ വിളിച്ചു പറഞ്ഞതിന് എനിക്ക് പട്ടം മാറ്റി ചേർത്താൻ നിൽക്കരുത്. പറ്റുമെങ്കിൽ ജനങ്ങളോടുള്ള ഇടപെടൽ നമ്മളിൽ ചിലരെങ്കിലും, എല്ലാവരുമല്ല, കണ്ടുപിടിക്കണം. 5 ലക്ഷം വീട് നിർമ്മിച്ചു കൊടുത്തിട്ട് 65 ലക്ഷം പേർക്ക് പെൻഷൻ കൊണ്ടിരുന്നിട്ട് 40 ലക്ഷം പേർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടക്കമിട്ടിട്ട് നല്ല റോഡും നല്ല സ്കൂളും നല്ല പാലങ്ങളും നല്ല ആശുപത്രികളും നൽകിയിട്ടും ചില വാക്കുകളാണ്, മുഖഭാവമാണ്, പെരുമാറ്റമാണ് നമ്മുടെ പലരെയും
പലരെയും പലയിടത്തു നിന്നും മാറ്റി നിർത്തിയത്. അർഹതയുള്ള വ്യക്തി കസേര മാറി ഡെപ്യൂട്ടി സ്പീക്കറുടെയും അപ്പുറത്തേക്ക് ഇരുന്നെങ്കിൽ അവിടെ ചില ചിരികളുടെ കുറവുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ സംശുദ്ധത, മുഖത്തെ ഗൗരവത്തിൽ ജനങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. രാജേഷിന്റെ രാഷ്ട്രീയത്തിലെ സംശുദ്ധത ഞാനല്ല പറയേണ്ടത്, അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്. പക്ഷെ എല്ലാ അർത്ഥത്തിലും മറക്കാൻ കഴിയാത്ത ഇന്നലെകളെ പോലെ തന്നെ ജനിക്കാനിരിക്കുന്ന നാളുകളിലും രാജേഷിനെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് അറിയാമായിരുന്നു. എന്നിട്ട് പോലും ചേർത്ത് നിർത്തിയ മനസ്സ്, പ്രവൃത്തി, അത് സമൂഹത്തോട് പറയണം. നാളെ കേരളം സംഘികൾ ഭരിച്ചാൽ ഇത്തരം നേതാക്കൾ അവർക്കിടയിൽ ഉള്ളത് കൊണ്ടാണെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകണം. നമ്മുടെ നേതാക്കളും ചിരിക്കട്ടെ, ചേർത്ത് നിർത്തട്ടെ. മരിച്ചു പോകുന്ന മനുഷ്യരല്ലേ നമ്മളെല്ലാം. എന്തിനാണ് ഈ ഗൗരവം? എൻ്റെ സുഹൃത്തിന്റെ പ്രശ്നം പരിഹരിച്ചത് കൊണ്ടല്ല, ഒരു ഭരണാധികാരി എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് കാണിച്ചു തന്നപ്പോൾ അത് ഇനിയെങ്കിലും കടന്നു വരുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പ്രിയ രാജേഷിന് നന്ദി പറയുമ്പോഴും ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയമായി ഞാൻ നിങ്ങളുടെ എതിർചേരിയിൽ തന്നെയാണ്. നിങ്ങൾ ഞാൻ നിൽക്കുന്ന വാർഡിലാണ് മത്സരിക്കുന്നതെങ്കിൽ എൻ്റെ വോട്ട് നിങ്ങൾക്ക് തരില്ല. അതെൻ്റെ നിലപാടാണ്. പക്ഷെ രാഷ്ട്രീയം നിലപാടില്ലാത്ത സാധാരണക്കാരൻ അങ്ങനെ ആയിരിക്കില്ല എന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളും സഹപ്രവർത്തകരും മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നിട്ട് കൂടി അദ്ദേഹം ഒരു ആവശ്യത്തിനായിട്ട് മേയറെ സമീപിച്ചപ്പോൾ അത് അതിവേഗം നടപ്പിലാക്കിയ മേയറുടെ ഈ ഒരു പ്രവൃത്തിയെ പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. ഇങ്ങനെ തന്നെയായിരിക്കണം നമ്മുടെ എല്ലാ ഭരണാധികാരികളും എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരു രാഷ്ട്രീയ കൊടിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അടിസ്ഥാനത്തിലായിരിക്കരുത് ജനങ്ങൾക്ക് സേവനം നൽകേണ്ടത്. തീർച്ചയായിട്ടും ഇങ്ങനെ ആയിരിക്കണം. ഇദ്ദേഹം പറയുന്നത് പോലെ വരും തലമുറയിലുള്ള ജനപ്രതിനിധികളും ഇത് കണ്ടുപഠിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.